എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ വലിയൊരു കാട് കാണിക്കുന്നു. അതിലൂടെ നമ്മുടെ ആൾക്കാരിപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് നേരം കാട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നെജി ആവട്ടെ അവന്റെ പവർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ അവൻ പറയും, ഇപ്പൊ ഒരു ട്രാപ്പും ഇവിടെ വിസിബിൾ ആയിട്ട് കാണുന്നില്ല. ഒരു പക്ഷേ അവര് നമ്മളെ തീരെ നിസ്സാരമായി കണ്ടിരിക്കാം. ആ ഉണ്ടപ്പൻ നമ്മളെ കൊന്നു കളഞ്ഞിരിക്കും എന്ന് കരുതിയിട്ടാവാം അവര് ട്രാപ്പൊന്നും ഇവിടെ സെറ്റ് ചെയ്യാതിരുന്നതെന്ന് നാറ പറയും. നമുക്കവരെ നമ്മൾ ആരാണെന്ന് തീർച്ചയായിട്ടും ബോധ്യപ്പെടുത്തി കൊടുക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് സാസുകയെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവര് വീണ്ടും മുൻപോട്ട് പോകാൻ തുടങ്ങും. കട്ട് ചെയ്താ നമ്മുടെ വില്ലന്മാരിലെ ജിറോബെ ആവട്ടെ, എന്തുപറ്റി, അവൻ എന്താണ് ഇത്ര സമയമായിട്ടും ഇവിടേക്ക് എത്താത്തെന്ന് ചോദിക്കുമ്പോ സ്പൈഡർ തലേനാവട്ടെ അവൻ കാഷ്വൽ ആയിട്ട് പറയും അവൻ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് എത്തും. ആ സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടവില്ലൻ അവിടേക്ക് എത്തും. എന്തുപറ്റി, എന്താണ് ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോ അത് മറ്റൊന്നുമല്ല, അവരുടെ ചക്ര പവർ അത് തിന്നു തീർക്കാൻ എനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ചുന്ദരി പെണ്ണ് വില്ലെത്തി അവൾ ആ ഡ്രം കൊടുത്തിട്ട് ഇനി ഡ്രം എടുക്കേണ്ടത് നീയാണെന്ന് പറയും. അതിനുണ്ടപ്പൻ ടെൻഷനായിട്ട് എനിക്കറിയാം ഞാൻ എടുത്തോളാം എന്ന് പറയും. അവന്റെ നോട്ടവും സംസാരവും എല്ലാം കാണുമ്പോ വില്ലന്മാർക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ സ്പൈഡർ തലേന് എന്തോ ഒരു സംശയം തോന്നി ആ ഒരു ഡ്രം എടുത്ത് വേറെ ഒരു വില്ലന്റെ കൈ കൊടുത്ത് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. പക്ഷെ ഉണ്ടപ്പന് മനസ്സിലാവും ഏകദേശം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയെന്ന്. അവൻ ഓടി വന്ന് ആ സ്പൈഡർ തലേനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കും. ഉണ്ടപ്പൻ ചാടി വന്ന് അവനെ ഇട്ടിക്കാൻ ശ്രമിക്കുമ്പോ അവൻ കറക്റ്റായിട്ട് ഉണ്ടപ്പനെ വലയെറിഞ്ഞ് അവിടെ കെട്ടിയിടും. എനിക്കറിയാം നീ ഞങ്ങളുടെ ഉണ്ടപ്പനല്ല എന്ന് പറയുമ്പോ അവന്റെ യഥാർത്ഥ രൂപം പുറത്തു വരും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ടീം ലീഡർ നാറ. കറക്റ്റ് ടൈമില് കുട്ടപ്പൻ അവിടേക്ക് ചാടി വീഴും. എന്നിട്ട് ഒരുപാട് ക്ലൗൺസ് ഉപയോഗിച്ച് സ്പൈഡർ തലേനെ അടിച്ചു തെറിപ്പിക്കാൻ നോക്കുമ്പോ അവൻ വലിയൊരു വല അവന് നേരെയും വീശും. അങ്ങനെ കുട്ടപ്പനും കുട്ടപ്പന്റെ എല്ലാ ക്ലൗൺസിനെയും അവൻ ചുരുട്ടിയെടുത്ത് ഒരു മൂലക്കിടും. അപ്പൊ കറക്റ്റായിട്ട് കിബയും പട്ടിക്കുട്ടയും കറങ്ങി കറങ്ങി സ്പൈഡർ തലേന്റെ നേർക്ക് വരുമ്പോ അവൻ കറക്റ്റായിട്ട് ചാടിത്തുള്ളി അവന്റെ കാലുകൊണ്ട് വെബ് ക്രിയേറ്റ് ചെയ്ത് അവരെ രണ്ടുപേരെയും വലയിലിട്ട് ചുരുട്ടിക്കൂട്ടും. അപ്പൊ ബാക്കിയുള്ള വില്ലന്മാര് യഥാർത്ഥ തടിയും വില്ലന് അവൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചിരിക്കും. സാക്കോൺ അവള് ദേഷ്യപ്പെട്ട് പറയും, നമ്മളുടെ ഏറ്റവും വീക്കായ ആ ഒരു ഉണ്ടപ്പനെ തന്നെ നമ്മൾ അവിടെ വിട്ടു. അതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരെന്ന് പറയുമ്പോ ഇവിടെ നെജി ആവട്ടെ നോ എന്നും പറഞ്ഞ് കാറി ഇപ്പൊ സ്പൈഡർ വില്ലന്റെ തലയ്ക്ക് തൊഴിക്കാനായിട്ട് പറന്നു വീഴും. പക്ഷെ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് കറക്റ്റായിട്ട് നെറ്റ് ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യും. അപ്പോഴാണ് നാറയ്ക്ക് മനസ്സിലാവുക അവരുടെ എല്ലാ പ്ലാനും അത് തെറ്റിപ്പോയി. സ്പൈഡർ തലയൻ നമ്മുടെ നെജി ആവട്ടെ അവന്റെ വെബ് ഉപയോഗിച്ചുകൊണ്ട് ചുരുട്ടി മടക്കാൻ തുടങ്ങും. കുട്ടപ്പന് കലി കയറി അവൻ ആ വെബ് കടിച്ചു പറിക്കാൻ നോക്കും. കുട്ടപ്പൻ പെട്ടെന്ന് കത്തിയെടുത്ത് ആ വെബ് കട്ട് ചെയ്ത് കളയാൻ നോക്കുമെങ്കിലും വെബിന് ഒരു പോറൽ പോലും വീടില്ല. ആക്ച്വലി ആ ഒരു വെബ് ഉപയോഗിച്ച് രണ്ടാനയെ പോലും ഒരുമിച്ച് തൂക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ആ സ്പൈഡർ തലയൻ അവനാവട്ടെ കുട്ടപ്പന്റെ ഒരുപാട് ക്ലൗൺസിനെ അതിനെ നോക്കി നിന്ന് ഇനി ഇവരെ വെച്ച് കളിക്കാന്ന് പറയും. അപ്പൊ നെജി ആവട്ടെ അവന്റെ പവറും ബുദ്ധിയും എല്ലാം ഉപയോഗിച്ച് ഇപ്പൊ ചിന്തിക്കാൻ തുടങ്ങും. കറക്റ്റായിട്ട് അവനവന്റെ വ്യാഹു കണ്ണുപയോഗിച്ച് അത് ചെക്ക് ചെയ്യുമ്പോ വെബ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ഫ്ലൂയിഡും അതിനോടൊപ്പം ചക്രയും ചേർത്തിട്ടാണ്. മാത്രല്ല അവന്റെ ബോഡിയിൽ നിന്നും ആ വെബ് വന്നിട്ടും അതിന്റെ ഉള്ളിലൂടെ വീണ്ടും ചക്രാസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്ര നിസ്സാരമല്ല. എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഇപ്പൊ നെജി വീണ്ടും ആലോചിക്കാൻ തുടങ്ങും. സ്പൈഡർ തലേ നൈസായിട്ട് ഇപ്പൊ അവന്റെ ബോഡിയിൽ നിന്ന് വേറെന്തോ ഒരു സാധനം പുറത്തെടുക്കാൻ തുടങ്ങും. ഇതെന്താടാ അപ്പനെന്നും പറഞ്ഞ് എല്ലാവരും നോക്കി നിൽക്കുമ്പോ മുള്ളു പോലുള്ള ഒരു പ്രത്യേക വെബ് അത് കഴിഞ്ഞ് അത് സ്റ്റിക്ക് പോലെയാക്കി ഒരുപാട് മുള്ളുപയോഗിച്ച് അവനിപ്പോ കുട്ടപ്പന്റെ ഓരോ ക്ലൗൺസിനെയും അടിച്ച് കൊല്ലാൻ പോവാണ്. അതിലൂടെ റിയൽ കുട്ടപ്പനെ കണ്ടുപിടിക്കാനാണ് അവന്റെ ശ്രമം. ഇപ്പൊ നറൂട്ടോ കുട്ടപ്പൻ ആ ക്ലൗൺസിന്റെ ഇടയിൽ കിടപ്പുണ്ട്. അവനാവട്ടെ ഓരോ ക്ലൗൺസിനായിട്ട് തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ക്ലൗൺസും നശിച്ച് ഒരു നറൂട്ടോ മാത്രം ആ നെറ്റി കുടുങ്ങിക്കിടക്കും. അവൻ അവസാനത്തെ നറൂട്ടോടെ തൊട്ടടുത്തേക്ക് വന്ന് നീ ക്ലൗൺസിനെ ഉപയോഗിച്ച് എന്നെ തകർക്കാൻ ശ്രമിക്കൂ അല്ലേടാ എന്നും പറഞ്ഞ് ആ ഒരു വെബ് വെച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയില് കുട്ടപ്പന്റെ കാറ്റ് പോകുന്നു വിചാരിച്ചാല് പെട്ടെന്ന് അതും അപ്രത്യക്ഷമാവും. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മുടെ കുട്ടപ്പൻ അവൻ നൈസായിട്ട് വില്ലന്റെ കയ്യിൽ നിന്ന് മിസ്സായി. അപ്പോഴത്തേക്കും നമ്മുടെ നറൂട്ടോ അവന്റെ പുറകിലൂടെ ചാടി വന്ന് അവനെ തൊഴിച്ചെറിയാൻ ശ്രമിക്കും. പക്ഷെ വില്ലൻ അവൻ ആള് നിസ്സാരക്കാരനല്ല,
നമ്മുടെ കുട്ടപ്പനെ സിമ്പിളായിട്ട് അവൻ തട്ടിമാറ്റും. വില്ലന് മനസ്സിലാവും കുട്ടപ്പൻ ഒരുപാട് ക്ലൗൺസിനെ ഉപയോഗിച്ച് അവൻ അവസരത്തിനു വേണ്ടി മറിഞ്ഞിരിക്കുകയായിരുന്നു. അവൻ വീണ്ടും അവന്റെ വെബ് ഉപയോഗിച്ച് കുട്ടപ്പനെ വലിച്ചെടുക്കുമ്പോ നെജി ചാടി വീണ് ആ വെബ് കട്ട് ചെയ്ത് കുട്ടപ്പനുമായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. അതുകൊണ്ട് വില്ലൻ ഞെട്ടാണ്. കാരണം കത്തി കൊണ്ട് പോലും കട്ട് ചെയ്യാൻ പറ്റാത്ത ആ ഒരു വെബ് ഇവൻ എങ്ങനെ കട്ട് ചെയ്തു? ഇതെങ്ങനെ സംഭവിച്ചു? അവൻ വെബ് കട്ട് ചെയ്ത് മാത്രമല്ല ഓരോരുത്തരെയും അവനിപ്പോ സേഫ് ആയിട്ട് രക്ഷിച്ചു. അതായത് ഓൾറെഡി വെബ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ചക്ര പവർ ഉപയോഗിച്ചാണ്. ഇപ്പൊ നെജി അത് കട്ട് ചെയ്തതും അതേ ചക്ര പവർ ഉപയോഗിച്ചാണ്. നെജിക്ക് മനസ്സിലാവും എന്നെ കൊണ്ട് മാത്രമേ ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കൂ. നെജി അവന്റെ ചക്ര പവർ എടുത്തിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ നമ്മുടെ പട്ടിക്കുട്ടി ആവട്ടെ വില്ലന്റെ പവർ കണ്ട് പേടിച്ച് തിരികെ നെജിയുടെ അടുത്തേക്ക് വരും. നെജിക്ക് മനസ്സിലാവും ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരുന്നാല് തീർച്ചയായിട്ടും അപ്പോഴേക്കും സാസുകയുടെ കാര്യത്തില് ഒരു തീരുമാനമാവും. മാത്രമല്ല ഇതുവരെ ചോച്ചി പയ്യനും തിരികെ എത്തിയിട്ടില്ല. അപ്പൊ നാറയ്ക്ക് ഫ്യൂണറൽ ചടങ്ങില് കാക്കാഷി പറഞ്ഞ ആ കാര്യം ഓർമ്മ വരും. ഗ്രാമത്തിനു വേണ്ടിയും സ്വന്തം ഫ്രണ്ട്സിനു വേണ്ടിയും ജീവൻ കൊടുത്തു പോലും നമ്മൾ പൊരുതണം. ഇതുവരെ ചോച്ചി പോലും തിരികെ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യം അത് ഞാൻ ഹാൻഡിൽ ചെയ്യും. മാത്രമല്ല ഇത്രയും ദൂരം ഞങ്ങൾ വന്നു, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താ ഞങ്ങൾക്ക് സാസുകയെ കണ്ടെത്താം. നാറ കുട്ടപ്പനെ ചേർത്ത് നിർത്തി പറയും, നിന്റെ കണ്ണ് അതെന്റെ കണ്ണിനേക്കാൾ ബെറ്ററാണ്. എത്രയും പെട്ടെന്ന് എന്തു വില കൊടുത്തും നമ്മുടെ സാസുകയെ കണ്ടെത്തണം. ഇനി ഈ മിഷൻ മുൻപോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും. നമുക്കിപ്പോ തന്നെ ഒരുപാട് പേരെ നഷ്ടപ്പെട്ടു. സാസുകയെങ്കിലും നമുക്ക് തിരികെ പിടിക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. പക്ഷെ നമ്മുടെ കിബ നീ വരുമ്പോ തീർച്ചയായും നമ്മുടെ ചോച്ചിയെ കൂടെ കൂട്ടണമെന്ന് അവന്റെ അടുത്ത് പറയും. അവര് ഫുൾ ഫോമില് പെട്ടെന്ന് തന്നെ സാസുകയെ അന്വേഷിച്ച് പോകാൻ തുടങ്ങും. അപ്പോഴാണെങ്കിൽ അവർക്ക് ഭയങ്കര ഡൗട്ട്. കാരണം ഇവൻ ആള് ചില്ലറക്കാരനല്ല. തീർച്ചയായിട്ടും നാറയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നവര് പരസ്പരം ചോദിക്കുമ്പോ വില്ലനാവട്ടെ അവന്റെ വെബ് പവർ ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ നേരെ വല വീശി എറിയും. നമ്മുടെ ലീഡർ നാറയ്ക്കും ഓൾറെഡി വെബ് കട്ട് ചെയ്യാനുള്ള പവർ ഉള്ളവനാണ്. അവന്റെ വെബ് പിടിച്ച് തിരിച്ച് അവന്റെ പവർ കയ്യിൽ കൊണ്ടെന്ന് അതെല്ലാം തന്നെ തകർത്ത് കളയും. ഗ്യാപ്പില് നമ്മുടെ ആൾക്കാരാവട്ടെ അവര് 100-110 സാഹസുകയെ തേടിപ്പോവും. അങ്ങനെ രണ്ട് ടീമും വമ്പൻ ആയുധമൊക്കെ വെച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. സ്പൈഡർ തലയൻ അറഞ്ചം പൊറഞ്ചം വെബ് വലിച്ചെറിയുമ്പോ നമ്മുടെ ആളാവട്ടെ അത് ഈസി ആയിട്ട് കട്ട് ചെയ്ത് കളയും. അപ്പൊ വില്ലൻ ചിരിച്ചിട്ട് ഇനിയാണ് യഥാർത്ഥ യുദ്ധം, നിന്നെ ഞാൻ തട്ടിക്കളിച്ച് ഈസി ആയിട്ട് കൊന്നു കളയുന്നു പറയുമ്പോ നാറയാവട്ടെ അവന്റെ പവർ ഉപയോഗിച്ച് അവന്റെ ചക്ര പോയിന്റ്സ് എല്ലാം തന്നെ സ്കാൻ ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ അതേ സമയം തന്നെ അവന് ഒരുപാട് വെബുകള് ഇപ്പൊ വായിലൂടെ തുപ്പാനായിട്ട് ആരംഭിക്കും. നമ്മുടെ ചെക്കൻ ഈസി ആയിട്ട് ഓരോന്നും തട്ടി മാറ്റി അവിടുന്ന് എസ്കേപ്പായി ചാടി താഴെ ഇറങ്ങാൻ നോക്കുമ്പോ കറക്റ്റായിട്ട് ഒരു വെബിൽ അവൻ കുരുങ്ങിപ്പോവും. അപ്പൊ വില്ലൻ പറയും, നീ അടിപൊളിയാണ്, നീ കറക്റ്റായിട്ട് നിന്റെ ചക്രാസ് ഉപയോഗിച്ചു. മാത്രമല്ല നിന്റെ കണ്ണ് അതൊരു രക്ഷയില്ലെന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ നാറ ആ ഒരു വെബ് കട്ട് ചെയ്തത് അവന്റെ ചക്ര പവർ അത് ഷാർപ്പാക്കിയിട്ടാണ് വളരെ സിമ്പിളായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം, അവൻ നാറയുടെ കൈയും കാലും ഒരുപോലെ ലോക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ നാറയ്ക്കിപ്പോ അത് കട്ട് ചെയ്ത് പുറത്തു വരാൻ സാധിക്കില്ല. ഞാൻ വിചാരിച്ചത് ഒരു 3 മിനിറ്റെങ്കിലും നീയുമായിട്ട് കളിക്കണമെന്നാണ്. പക്ഷെ വളരെ എളുപ്പത്തില് നീ കുടുങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചത് ഒരു 3 മിനിറ്റെങ്കിലും നീയുമായിട്ട് കളിക്കണമെന്നാണ്. പക്ഷെ 1 മിനിറ്റ് കൊണ്ട് തന്നെ നീ കുടുങ്ങിപ്പോയി. അപ്പൊ നാറ പതി അവന്റെ കൈയും കാലും എല്ലാം തന്നെ ലൂസാക്കാൻ ആരംഭിക്കും. കറക്റ്റ് സമയത്ത് നമ്മുടെ വില്ലനാവട്ടെ അവന്റെ വായിലൂടെ എന്തോ ഒരു ഫ്ലൂയിഡ് തുപ്പും. അപ്പത്തേക്ക് നാറ അവന്റെ ചക്ര പോയിന്റ് ഉപയോഗിച്ച് വെബ് പൊട്ടിച്ചെറിഞ്ഞ് അവിടുന്ന് ഓടി പുറത്തേക്ക് പോവും. നാറ ഭാഗ്യത്തിന് ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ടു. നാറ ക്ലോസ് ആയിട്ട് അവന്റെ അടുത്ത് വന്ന്, നിനക്കറിയണോ ഞാനിപ്പോ എങ്ങനെ എസ്കേപ്പ് ആയെന്ന്? ആദ്യം ഞാൻ എന്റെ കയ്യിലെ ചക്ര പോയിന്റ് ഉപയോഗിച്ച് വെബ് കട്ട് ചെയ്തു. ഇപ്പൊ എന്റെ ബോഡി മുഴുവൻ ചക്ര പവർ കൊണ്ടുവന്ന് വെബ് ഞാൻ തകർത്തു കളഞ്ഞു എന്ന് പറയുമ്പോ വില്ലനാവട്ടെ അവൻ വണ്ടറടിച്ച് നോക്കി നിൽക്കും. ഒരു സെക്കൻഡ് വില്ലൻ ഷോക്കായിട്ട് ചുറ്റും നോക്കുമ്പോഴായിരിക്കും ഇപ്പൊ നെജിയുടെ ആ ഒരു സ്പെഷ്യൽ ഡയഗ്രാമില് പെട്ടുകിടക്കാണ് നമ്മുടെ വില്ലൻ. നെജി കലിപ്പ് കയറി ഓടി അവന്റെ അടുത്ത് എത്താൻ നേരം കറക്റ്റ് ആയിട്ട് എപ്പിസോഡ് അവസാനിക്കും.